ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്കത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ചമ്മന്തി മാത്രം മതി, നമുക്ക് എത്ര വേണേലും ചോറുണ്ണാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ചധികം തന്നെ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. നമ്മുടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് നമ്മളിതിനെ വഴറ്റുക. അപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിതിനെ പ്ലേറ്റിലേക്ക് കോരി മാറ്റുക. പിന്നീട് ഒരു മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സവോളയുടെ കളറും ഒന്ന് ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതൊന്ന് നമ്മൾ പ്ലേറ്റിലേക്ക് കോരി മാറ്റുക. പിന്നീട് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള വറ്റൽമുളകാണ്, അതുകൊണ്ട് തന്നെ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പം അതും കൂടെ ഒന്ന് നന്നായിട്ട് വറുത്ത് കോരി നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. പിന്നീട് അതേ കടായിൽ തന്നെ നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് മീഡിയം സൈസുള്ള 2 തക്കാളിയാണ് നടുവേ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ തക്കാളിയും അതുപോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ തക്കാളി നന്നായിട്ട് കുക്കായതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ ഒന്നങ്ങ് എടുത്ത് മാറ്റുക. അപ്പം 2 ഭാഗവും നന്നായിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് ചെയ്യാൻ, പെട്ടെന്ന് കരിഞ്ഞു പോകില്ലെങ്കിൽ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുക്കായതിന് ശേഷം നമ്മൾ ഇതും നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി മാറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് അല്പം കറിവേപ്പാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിവേപ്പും കൂടെ ഒന്ന് നമ്മൾ വറുത്ത് കോരി എടുക്കുന്നുണ്ട് അതേ കടായിൽ തന്നെ ഇട്ടിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കോരി മാറ്റിയതിന് ശേഷം ഇതെല്ലാം ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ഇതൊക്കെ ഒന്ന് ചെറുതായി തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കഷ്ണം സവോള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കൈ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചമ്മന്തി റെഡിയായി. അപ്പം നമ്മുടെ മുളക് നന്നായിട്ട് വറുത്തെങ്കിൽ മാത്രമേ നമുക്കിതൊന്ന് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ചമ്മന്തി ഇതുപോലെ എല്ലാം ഉടച്ചെടുത്ത് നമ്മളിതാ ഇതുപോലെ ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചോറിന് ഇത് മാത്രം മതി കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.